ഹലോ ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് വൺ ഷോട്ട് സീരീസുകളാണ് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൺ ഷോട്ട് സീരീസിലെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്, നമുക്കറിയാം കെമിസ്ട്രി നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ടാണ് നമ്മൾ നീറ്റിൽ പഠിക്കാനുള്ളത്. ഒന്ന് വന്നിട്ട് ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ സിമ്പിളും ആണ്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട് അല്ലേ? അപ്പം ഇത് മൂന്നായിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ വിഭജിച്ച് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് NCERT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മുടെ +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഈ വൺ ഷോട്ട് സീരീസിലൂടെ നിങ്ങൾ പഠിച്ച പോയിന്റ്സ്, ഇൻഡെപ്ത് ആയിട്ടുള്ള പോയിന്റ്സ്, അത് നമുക്കറിയാം നമ്മുടെ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്ത് തന്നെയാണ്, നമ്മുടെ NCERT തന്നെയാണ് അല്ലേ? ഓക്കെ, NCERTയിലെ ഓരോ പോയിന്റുകളും നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അതിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും പറഞ്ഞു തരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ, നമ്മുടെ +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2024 നീറ്റിൻ്റെ അപ്ഡേറ്റഡ് സിലബസ് ഒക്കെ വന്നു. അപ്പം നമുക്ക് റിഡോക്സ് റിയാക്ഷൻ നമ്മുടെ NCERTയിൽ പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് നീറ്റിലേക്ക് വരുമ്പോൾ. അപ്പം ഏതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം, നമ്മുടെ ടോപ്പിക്സ് ഏതൊക്കെയാണ് കവർ ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്നൊക്കെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം റിഡോക്സ് റിയാക്ഷൻ എന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ, ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് നമ്മൾ ഇരുന്നാൽ മതി, അതിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ അത് നമ്മൾ നോക്കണം. അടുത്ത ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, എത്ര ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് വരുന്നുണ്ട്, പിന്നെ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ ഏകദേശം ഒരു ധാരണയോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ? നിങ്ങൾക്ക് അറിയാം +1 നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ചാപ്റ്ററിന് ശേഷം ഇത് നല്ല സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് എന്ത്, റിഡോക്സ് റിയാക്ഷൻ. പക്ഷേ സിമ്പിൾ ആണെന്ന് കരുതി അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കാരണം ഇപ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി +2 ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ട് കയറുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ വൃത്തിക്ക് മനസ്സിലായാലേ നമുക്ക് ഓക്കെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസും അതിലെ തിയറീസും കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നും റിഡോക്സ് റിയാക്ഷനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പല ചാപ്റ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തത് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ, വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഇൻഡെപ്ത് കാര്യങ്ങൾ പറയണം, അതോടൊപ്പം തന്നെ നമ്മൾ ബേസ് അറിഞ്ഞിരിക്കണം അല്ലേ? ബേസ് മുതൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. ഓക്കെ, എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലി സംഭവിക്കുന്നു. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് എന്തെഴുന്നു, റിഡക്ഷനും ഓക്സിഡേഷനും ഒരു റിയാക്ഷനിൽ സംഭവിച്ചാൽ അത്തരത്തിലുള്ള റിയാക്ഷനുകളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് മോഡേൺ കോൺസെപ്റ്റും ഉണ്ട് ഓൾഡ് കോൺസെപ്റ്റും ഉണ്ട്. ഈ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡേൺ കോൺസെപ്റ്റിലും മനസ്സിലാക്കണം എന്താണ് ഓക്സിഡേഷൻ, അതുപോലെ ഓൾഡ് കോൺസെപ്റ്റ് പറയുന്ന ഡെഫിനിഷൻസും നമ്മൾ നോക്കി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഓക്സിഡേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഓക്സിഡേഷന് തന്നെ പറയുന്ന ഓൾഡ് കോൺസെപ്റ്റ് എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് ദ അഡിഷൻ ഓഫ് ഓക്സിജൻ ആറ്റം. അഡിഷൻ ഓഫ് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റത്തിൻ്റെ അഡിഷനാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓക്സിജൻ നമുക്കറിയാം എന്ത് എലമെൻ്റ് ആണ്, ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ് ഓക്സിജൻ. അപ്പം നമുക്ക് ഇങ്ങനെയും പറഞ്ഞുകൂടെ, അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം പറഞ്ഞുകൂടെ നമുക്ക്. ഓക്കെ, അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് നമുക്ക് പറയാം. ഇനി അഡിഷൻ പോലെ തന്നെ വേറൊരാളുടെ റിമൂവലിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയില്ലേ? ആരാണ്? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജനെയും നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ എന്ന് പറയാം. ഇനി ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് അല്ലേ? ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? റിമൂവൽ ഓഫ്
ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ഈ 4 കാര്യങ്ങളാണ് ഓൾഡ് കോൺസെപ്റ്റിൽ ഓക്സിഡേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡി ഇലക്ട്രോണേഷനെ നമുക്ക് എന്ത് പറയാം? ഡി ഇലക്ട്രോണേഷനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഒരു റിയാക്ഷനിൽ നമ്മുടെ റിയാക്ടൻ്റ് സ്റ്റേറ്റിൽ നിന്നും പ്രൊഡക്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ സംഭവിച്ചു ആ ആറ്റത്തിന് എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പം ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം addition of oxygen, addition of electronegative element, removal of hydrogen, removal of electropositive elements. In modern concept എന്താ പറയുന്നത്? It is the loss of loss of electrons അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. എന്നാൽ മക്കളെ എന്തായിരിക്കും റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സിന്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുന്നതാണ്. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം എന്താണ്? നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പോൾ ഇവിടെ എന്ത് വരും? റിമൂവൽ ഓഫ് ഓക്സിജൻ ആറ്റം. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഓക്സിജൻ ആറ്റം. അതുപോലെ ഓക്സിജൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് നമുക്ക് പറയാം. അടുത്ത എന്താണ്? ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പം എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ ഇനി ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ അഡിഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. പറഞ്ഞൂടെ? ഓക്കെ, അതാണ് ഓൾഡ് കോൺസെപ്റ്റിൽ. ഇനി മോഡേൺ കോൺസെപ്റ്റിലേക്ക് വന്നേ. നമുക്ക് എന്താണ് നീറ്റിൽ ഓൾഡ് കോൺസെപ്റ്റും മോഡേൺ കോൺസെപ്റ്റും നമ്മുടെ NCERT പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ആൻഡ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാലോ? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് എന്ത് പറയാം? റിഡക്ഷൻ എന്ന് പറയാം. ഒരു റിയാക്റ്റന്റിൽ നിന്നും പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആ എലമെന്റിന്, ആ ആറ്റത്തിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. സോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും എന്താണ്? റിഡക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നോക്കിക്കേ, അവിടെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ. അഡിഷൻ ഓഫ് ഓക്സിജൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്, അഡിഷൻ ഓഫ് ഓക്സിജൻ. ഇനി അഡിഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു എ സബ്സ്റ്റൻസ്, ഇറ്റ്സ് ഓൾസോ ഓക്സിജൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ റിമൂവൽ. ഓക്കെ, റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ത് തന്നെയാണ്? റിമൂവൽ ഓഫ് ഓക്സിജൻ. അതുപോലെ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ്. അതുപോലെ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താണ്? ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണ്. സോ അഡിഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. ദെൻ മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ കിട്ടിയ ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ നമ്മൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചല്ലേ? 6ാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അത് ഓക്സിഡേഷൻ ആണ്. അതേപോലെ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ എന്താണ്? അത് റിഡക്ഷൻ ആണ് അല്ലേ? അപ്പം നമ്മൾ ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരവും മോഡേൺ കോൺസെപ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്സിഡേഷൻ നമ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും കുറച്ച് എക്സാമ്പിൾ നോക്കിയിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഓക്സിഡേഷന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു അഡിഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. Mg 2 Mg + O2 gives 2 MgO. ഇത് നോക്കിയേ, ഇവിടെ ആരെ ആഡ് ചെയ്തു? അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലേ വന്നേക്കുന്നത്? ഓക്സിജനെ ആഡ് ചെയ്തു. അപ്പോൾ ഏതാണ് പ്രോസസ്സ്? ഓക്സിഡേഷൻ ആണ്. അതുപോലെ S + O2 gives SO2. ഇവിടെ ആരെ ആഡ് ചെയ്തേക്കുന്നു? ഓക്സിജനെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇനി നോക്കിക്കേ, Mg + F2 gives MgF2. ഇവിടെ നോക്കിക്കേ, ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ അല്ലേ ആഡ് ചെയ്തേക്കുന്നത്? അഡിഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അഡിഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റും എന്താണ്? ഇറ്റ്സ് ഓൾസോ ഓക്സിഡേഷൻ. മനസ്സിലായോ? അപ്പോൾ ഓക്സിഡേഷൻ എക്സാമ്പിൾസ് ഒക്കെ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ റിഡക്ഷൻ്റെ നോക്കിക്കേ.
2HgO gives 2Hg plus O2. ഇവിടെ എന്താ സംഭവിച്ചത്? ഓക്സിജനെ റിമൂവ് ചെയ്തു. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്താണ്? ഇറ്റ് ഈസ് റിഡക്ഷൻ ആണ്. അതുപോലെ CH2 ഡബിൾ ബോണ്ട് CH2 gives CH3. ഇവിടെ എന്താ സംഭവിച്ചേ? ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജനെ ആഡ് ചെയ്തു. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആരാണ്? റിഡക്ഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഓക്സിഡേഷനുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് ആൻഡ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അതർവൈസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താലും എന്താണ്? ഓക്സിഡേഷൻ സംഭവിച്ചു. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? റിഡക്ഷനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ഇറ്റ്സ് അബൌട്ട് ഓക്സിഡേഷൻ നമ്പർ. അപ്പം നമ്മൾ NDA പറയുന്ന പ്രകാരം ഈ ഓക്സിഡേഷൻ നമ്പർ തൊട്ടാണ് നമ്മുടെ കോൺസെപ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഓക്സിഡേഷൻ നമ്പറിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് ആ ബേസ് ആയിട്ടുള്ള എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടേണ്ടേ വേണം. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് നോക്കിക്കേ. ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്സ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ascertained according to the set of rules formulated on the basis that electron pair in a covalent bond belongs entirely to more electronegative element. കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയൽ ഓർ ഇറ്റ് ഈസ് എ റിയൽ, ഒന്നെങ്കിൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഇമാജിനറി നമ്പർ ഓൺ ആൻ ആറ്റം ഓഫ് എലമെന്റ് when it goes from ഫ്രീ സ്റ്റേറ്റ്, അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ നിന്നും അതൊരു കമ്പൈൻഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ടു ബോണ്ടഡ് സ്റ്റേറ്റ് ഇൻ എ മോളിക്യൂൾ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫ്രീ സ്റ്റേറ്റിൽ നിന്നും അതൊരു ബോണ്ടഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമ്പർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ കാർബൺ അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള എലമെന്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ പവറിനെ അല്ലേ. അപ്പോൾ എന്താണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ, ഇയാൾ ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ -2 വരും, ഇവിടെ -2 വരും. അപ്പോൾ കാർബണിന് +4 വരും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫ്രീ സ്റ്റേറ്റിൽ നിന്നും അതൊരു ബോണ്ടഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഇത് റിയൽ ഇമാജിനറി number on an atom when an element goes from free state to bonded state in a molecule. അപ്പം ഫ്രീ സ്റ്റേറ്റിൽ നിന്നും ബോണ്ടഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു റിലേറ്റീവ് ചാർജാണ്. ഇറ്റ്സ് എ റിലേറ്റീവ് ചാർജ്. എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ബേസ്ഡ് ഓഫ് ദ ബോണ്ടിങ്, ബേസ്ഡ് ഓൺ ബോണ്ടിങ്, ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തിരിക്കും, ബേസ്ഡ് ഓൺ ബോണ്ടിങ്. ഇനി ഒരു ഹോമോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരും? 0 ആയിരിക്കും. കാരണം ഇപ്പോൾ S8 P4 എന്നൊക്കെ വരുമ്പോൾ എന്തായിരിക്കും? ബോണ്ടഡ് ഹോമോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഇനി ഓക്സിഡേഷൻ നമ്പറിന് വേറെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. നോക്കിക്കേ, ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് ഇൻ വിച്ച് ആൻ ആറ്റം അപ്പിയേഴ്സ് ടു ഹാവ് when all other atoms are removed from it as ions. എല്ലാ ആറ്റത്തിനെയും എല്ലാ ആറ്റത്തിനെയും ആ ഒരു ഇതിനകത്ത് നിന്ന് അയോൺസ് ആയിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി ആ ഒരു പർട്ടിക്കുലർ ആറ്റത്തിന് എന്ത് ചാർജ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി അത് എന്തൊക്കെയാകാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, ഹോൾ നമ്പേഴ്സ് ആകാം, ഫ്രാക്ഷൻസ് ആവാം, ഇവൻ 0 വരെ ആകാം. ഇനി നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്സിഡേഷൻ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിലുള്ള ഒരു പർട്ടിക്കുലർ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, ഒരു കോമ്പൗണ്ടിലെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് പ്രകാരമാണ് നമ്മൾ ഒരു
ഒരു കോമ്പൗണ്ടിൽ ഇപ്പോൾ KMnO4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, KMnO4, അതിൽ ഈ മാംഗനീസ് എന്ന് പറയുന്നതിൻ്റെ പർട്ടിക്കുലർ ആ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 1, ഫസ്റ്റ് റൂൾ. അപ്പോൾ എലമെൻറ്റ്സ് അവരുടെ ഫ്രീ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ ഇരിക്കുവാണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എലമെൻറ്റ്സ് ഇൻ ദെയർ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, എലമെൻറ്റ്സ് ഇൻ ദെയർ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? 0. ഇതാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂൾ നമ്പർ 2, അലോയ്സിൽ, ഇപ്പോൾ അലോയ്സിലുള്ള ഏതെങ്കിലും മെറ്റൽസ് ആണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എലമെൻറ്റ്സ് ഇൻ alloys have 0 oxidation number. അലോയ്സിലുള്ള എലമെൻറ്റ്സിന് എന്തായിരിക്കും? 0 ആയിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു ചാർജ്ഡ് സ്റ്റേറ്റിൽ റൂൾ നമ്പർ 3 നമുക്ക് പറയാം. ഒരു ചാർജ്ഡ് അല്ലെങ്കിൽ അയോണിക് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് എത്രയാണോ അതാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് റൂൾ നമ്പർ 3, for charged ions, charge will be the oxidation number. ചാർജ് ആയിരിക്കും, അവിടുത്തെ ചാർജ് എത്രയാണോ ആ ചാർജ് ആയിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് റൂൾ പറയുന്നത് നമ്മുടെ എസ് ബ്ലോക്കിലെ ആളുകൾ, എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2, ദാറ്റ് ഈസ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ഇപ്പോൾ ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ റൂൾ 4 പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടാണ്. എസ് ബ്ലോക്ക് എലമെൻസിൽ ഇപ്പോൾ ആൽക്കലി മെറ്റൽസിനാണെങ്കിൽ ഏതൊക്കെയാണ് ആൽക്കലി മെറ്റൽസ് മക്കളെ? ആരൊക്കെയാണ് ആൽക്കലി മെറ്റൽസ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. ഇവർക്കെല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പ് 1 ആണ്. ഇവരുടെ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, നമ്മുടെ ഗ്രൂപ്പ് 2 മെറ്റൽസ്. ഓക്കെ, അവരുടെ നമ്മുടെ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഇവരുടെ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ നാലാമത്തെ റൂള് പറയുന്നത് എസ് ബ്ലോക്കിലെ എലമെൻസിനെ പറ്റിയിട്ടാണ്. അവരിൽ ഗ്രൂപ്പ് 1 എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഗ്രൂപ്പ് 2 എപ്പോഴും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും ഓക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, 4 റൂളുകൾ കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അഞ്ചാമത്തെ റൂൾ നമ്പർ 5. അഞ്ചാമത്തെ റൂള് നമുക്ക് ഓരോ എലമെൻറ്റിനെ വെച്ച് നോക്കാം. അത് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഹൈഡ്രജൻ്റെ കേസാണ്. ഓക്കെ, ഹൈഡ്രജൻ ജനറലി പൊസസ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനറൽ കേസിൽ അവർ കാണിക്കുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അവർ ഏതെങ്കിലും മെറ്റൽസുമായിട്ട് ഇപ്പം സോഡിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു, NaH, ഒരു മെറ്റൽ ഹൈഡ്രൈഡ് ഫോം ചെയ്യുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങോട്ട് മാറും? നെഗറ്റീവിലേക്ക് മാറിയിട്ട് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, എക്സെപ്ഷനായിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ ജനറലി +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ബട്ട് അവർ മെറ്റൽ ഹൈഡ്രൈഡ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് അവർ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതായത് ഇപ്പം പറഞ്ഞുള്ള സോഡിയം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഹൈഡ്രൈഡ്, ദെൻ കാൽസ്യം ഹൈഡ്രൈഡ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ റൂള് നോക്കാം. ഇപ്പം നമ്മൾ ഓരോ എലമെൻറ്റിനെ എടുത്ത് പർട്ടിക്കുലർ നോക്കുവാണ്. അടുത്ത നമ്മൾ ഓക്സിജൻ്റെ കേസിലേക്കാണ്. ഓക്സിജൻ ജനറലി ഓക്സിജൻ പൊസസ് ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ജനറലി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്.
ബട്ട് അവർക്ക് എന്തൊക്കെ കാണിക്കാം? -2 കാണിക്കാം, -1 കാണിക്കാം, -1/2 കാണിക്കാം, 0 കാണിക്കാം, +1 കാണിക്കാം, +2 കാണിക്കാം. അങ്ങനെ വൈഡ് വെറൈറ്റിയിലുള്ള ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ജനറലി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, ബട്ട് ഇവർ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. മെയിൻലി ആ എക്സെപ്ഷൻസ് പറയുന്നത് പെറോക്സൈഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ, സേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 എന്നൊക്കെ പറഞ്ഞ് പെറോക്സൈഡ് സ്റ്റേറ്റിലിരിക്കുമല്ലോ. ഇപ്പോൾ H2O2 അല്ലെങ്കിൽ Na2O2 അങ്ങനെയൊക്കെ പെറോക്സൈഡ് സ്റ്റേജിൽ അവർ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇനി ഇവരുടെ സൂപ്പർ ഓക്സൈഡ് സ്റ്റേറ്റിൽ അതായത് നമ്മുടെ KO2 RbO2 അവരൊക്കെ നിൽക്കുമ്പം ഇവർ -1/2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇനി എപ്പോഴാണ് ഇവർ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്? ഇവർ ഓക്സിജൻ കമ്പൈൻഡ് ഫ്ലൂറിനുമായിട്ട് ബോണ്ടഡ് ചെയ്ത് വരുമ്പോൾ, അതായത് ഇപ്പം OF2 അല്ലെങ്കിൽ O2F2 ഇങ്ങനെ വരുമ്പോൾ +2, ഇവർ +1. ഇപ്പോൾ OF2 എന്ന് പറയുമ്പം OF ഇവിടെ എന്താണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇനി O2F2 ആണെങ്കിൽ ഇവർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പോസസ് ചെയ്യുന്നൊരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ റൂൾ മനസ്സിലായോ? റൂൾ നമ്പർ 6 നമ്മൾ ഓരോ എലമെൻ്റ് ആയിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജനും കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി അടുത്ത റൂളാണ് ഇപ്പോൾ എസ് ബ്ലോക്കിൻ്റെ നമ്മൾ പഠിച്ചു. റൂൾ നമ്പർ എത്രയായിരുന്നു? റൂൾ നമ്പർ 7. ഓക്കെ, റൂൾ നമ്പർ 7 ഫോർ പി ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കും. അപ്പോൾ പി ബ്ലോക്കിലെ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി ഗ്രൂപ്പ് വേരി ഫ്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് -10 ടു ഗ്രൂപ്പ് നമ്പർ -18. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സേ ഇപ്പം 13ാമത്തെ ഗ്രൂപ്പ് നമുക്കറിയാം. പി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ 13ാമത്തെ ഗ്രൂപ്പിലാളാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എങ്ങനെ പറയാം? ഗ്രൂപ്പ് നമ്പർ 13 അല്ലേ? 13 - 10 എത്രയാണ്? 3. 2 ഗ്രൂപ്പ് നമ്പർ -18, ദാറ്റ് ഈസ് 13 - 18 എത്ര വരും? -5. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ വേരി ചെയ്യും? ഇവിടെ വന്നിട്ട് 13 - 10 അല്ലേ? അപ്പോൾ +3 2 -5 വരെ ഓക്സിഡേഷൻ നമ്പർ വേരി ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പി ബ്ലോക്കിലെ ഏതൊരു ഗ്രൂപ്പിലെയും എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പറയാൻ പറ്റും. പക്ഷേ ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. ആർക്കൊക്കെയാണ് എക്സെപ്ഷൻസ്? ഈ ഒരു റൂള് എക്സെപ്റ്റ് സെക്കൻഡ് പീരീഡ് ആൻഡ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യും. 14th ഗ്രൂപ്പ് ആണെങ്കിലോ? 14th ഗ്രൂപ്പിലെ ആളാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ പറയും? നോക്കിക്കേ, 14 - 10 ദറ്റ് ഈസ് 4 ആണല്ലേ? അപ്പോൾ +4 2 14 - 18 ദറ്റ് ഈസ് -4. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? ഇനി 15th ഗ്രൂപ്പ് നോക്കിക്കേ. 15th ഗ്രൂപ്പിലെ ആളാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എങ്ങനെ പറയും? നോക്കിക്കേ, ഗ്രൂപ്പ് 15 ആണ്. 15 - 10 ദറ്റ് ഈസ് +5. +5 ടു ഗ്രൂപ്പ് നമ്പർ ദറ്റ് ഈസ് എത്രയാണ്? ഗ്രൂപ്പ് നമ്പർ 15 ആണ്, -3 വരെ. ഇനി 16th ഗ്രൂപ്പിലെയോ? 16th ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 16 - 10 ദറ്റ് ഈസ് +6 ടു -2 വരെ വേരി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി 17th ഗ്രൂപ്പ് ആണെങ്കിലോ? 17th ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 17 - 10 ദറ്റ് ഈസ് +7 ടു -1 വരെ. ഇനി 18th ഗ്രൂപ്പ് ആണെങ്കിലോ? 18th ഗ്രൂപ്പിൽ ഓക്സിഡേഷൻ നമ്പർ +8 മുതൽ 0. ഇത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ 7ാമത്തെ റൂള് മനസ്സിലാക്കി. ഇനി 8ാമത്തെ റൂള് പറയുന്നത് നമ്മുടെ ഹാലജൻസിനെ പറ്റിയിട്ടാണ്. റൂൾ നമ്പർ 8 ബിലോങ്സ് ടു ഹാലജൻസ്. ഹാലജൻസിൻ്റെ ജനറലി ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് അറിയാം മക്കളെ? എപ്പോഴും അതെന്തായിരിക്കും? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഹാലജൻസ് ജനറലി പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജനറലി -1 ആണ് ഹാലജൻ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും ഇവർ ഏതെങ്കിലും മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുമായിട്ട് ബോണ്ടിന് ഏർപ്പെട്ട് വന്നാൽ അവർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഓക്സോ ആനയോൺസിനോ ഓക്സോ ആസിഡ്സിൻ്റെ ഒക്കെ കേസിൽ ഇവർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാറുണ്ട്. അതാണ് റൂൾ നമ്പർ 8 പറയുന്നത്. ഓക്കെ, ഇനി റൂൾ നമ്പർ 9. 9ാമത്തെ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഒരു കോമ്പൗണ്ടിലെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഒരു ചാർജ്ഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് ഏതാണോ അതിൻ്റെ ചാർജ്, ആ ചാർജിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർ ന്യൂട്രൽ കോമ്പൗണ്ട് ഓർ മോളിക്യൂൾ, ന്യൂട്രൽ കോമ്പൗണ്ടിനോ മോളിക്യൂളിനോ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഒരു ഫോർ ചാർജ്ഡ് കോമ്പൗണ്ട്സിനോ, ചാർജ്ഡ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആ ചാർജ് ഏതാണോ അതായിരിക്കും. ഓക്കെ, അത് റൂൾ നമ്പർ 10 ആയിട്ട് നമുക്ക് പറയാം, പക്ഷെ രണ്ടും കൂടെ നിങ്ങൾ ഒന്നിച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി 10ാമത്തെ റൂൾ നമ്പർ 10. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ചാപ്റ്റർ പഠിച്ചാണല്ലോ. അങ്ങനെയുള്ള കോംപ്ലക്സുകൾക്കായാലും നമ്മൾ ഏത് റൂൾ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇത്രയും റൂളുകൾ ഫോർ complex or coordination compounds we have to follow these rules. coordination compounds വന്നാൽ നമ്മൾ ഈ റൂളുകൾ തന്നെ ഫോളോ ദീസ് റൂൾസ്, ഈ റൂൾസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ഇനി 11ാമത്തെ റൂൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് എന്തെങ്കിലും ബോൺസോ ലിങ്കേജസോ ഒക്കെ വന്നാൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ for some compounds having different types bonds അതിലുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിപ്പെൻഡ് ഓൺ ദെയർ സ്ട്രക്ചേഴ്സ്, അവരുടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതിപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ റൂൾ നമ്പർ 12 പറയുന്നത് 12ാമത്തെ റൂള്, ഏതെങ്കിലും ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ റെപ്രസെൻറ്റ് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ റൂളുകൾ കുറേ 10-12 റൂളുകൾ പഠിച്ചു. നമുക്ക് ഈ റൂളുകൾ പഠിച്ചു വെച്ചാൽ മാത്രം മതിയോ? അല്ല, ഇതെങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൽ അപ്ലൈ ചെയ്ത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചൊരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ് നമ്മൾ KMnO4. ഈ KMnO4 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പർട്ടിക്കുലർ മാംഗനീസ് എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നമുക്കറിയാം പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ആൽക്കലി മെറ്റൽസ് ആണ്, അതായത് ഗ്രൂപ്പ് 1 വരുന്നതാണ്. ഗ്രൂപ്പ് 1 വരുമ്പോൾ +1 പ്ലസ് Mn നമുക്കറിയില്ല, നമ്മൾ X എന്ന് എടുത്തു. ഓക്സിജൻ എത്രയാണ്? -2, ദറ്റ് ഈസ് 4 × -2 = 0 ആണ്. അപ്പോൾ 1 + X -8 = 0. X എന്ന് പറഞ്ഞാൽ എത്ര വരും? +7 വരും അവരുടെ ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു എലമെൻറ്റ് പറയാം. ഇപ്പോൾ MgSO4, ഇതിൻ്റെ സൾഫറിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം. മഗ്നീഷ്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 എലമെൻ്റ് അല്ലേ? ഗ്രൂപ്പ് 2 എലമെൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +2 ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ 2 + X. ഇനി ഓക്സിജൻ -2 ആണ്, ജനറലി 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 4 × -2 ദാറ്റ് ഈസ് -8 = 0. അപ്പോൾ എത്ര വരും? X = 8 - 2 ദാറ്റ് ഈസ് +6 എന്ന് വരും. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജൻറ്റിന് മുന്നേ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പോർഷൻ പറയുന്നുണ്ട്. സ്റ്റോക്ക് നൊട്ടേഷൻ എന്താണ് മക്കളെ? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന എലമെൻസിനെ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണോ അതിനെ നമ്മൾ റോമൻ ന്യൂമറൽസിൽ പാരാന്തസിസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ്. ഇപ്പം നമ്മൾ ആ എലമെൻറ്റിൻ്റെ സ്ട്രക്ചറിന് ശേഷം ഫോമിൽ എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് are represented with its oxidation number. In Roman numerals. ഒരു എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു തരാം എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മളൊരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. HAuCl4. ഇതിൽ AUവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഹൈഡ്രജൻ +1 ആണ്. X -4 = 0. അപ്പോൾ X = നമുക്ക് +3 എന്ന് വരും. ഇനി എങ്ങനെയാണ് അതിനെ സ്റ്റോക്ക് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? HAuവിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനെ നമ്മൾ റോമൻ ന്യൂമറൽസിൽ
റെപ്രസെൻറ്റ് ചെയ്യുന്നു Cl4. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ എലമെൻറ്റിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ റോമൻ ന്യൂമറൽസിൽ പാരാന്തസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിലേക്ക് വരാം. മക്കളെ, ആരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൻ്റ് എന്ന് നമുക്ക് വിളിക്കാം. ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ആർക്കാണോ, ഏത് റിയാക്റ്റൻ്റാണോ റിഡക്ഷൻ സംഭവിക്കുന്നത്, റിഡക്ഷൻ ആകുന്നത്, അവരെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് റിയാക്റ്റൻറ്റ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ഇറ്റ്സെൽഫ്, ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കാം. അതായത് ആ ഒരു റിയാക്ഷനിൽ ബാക്കിയുള്ള എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. ഓക്സിഡൈസ് അതേഴ്സ്, വേറൊരു പോയിന്റ് ഇങ്ങനെ നമുക്ക് പറയാം, ഓക്സിഡൈസ് അതേഴ്സ് ഇൻ ദ റിയാക്ഷൻ. ഓക്സിഡൈസ് അതേഴ്സ് ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ അവർക്കൊരു എബിലിറ്റി ഉണ്ട്. എന്താണ്? അവർ പെട്ടെന്ന് ഓക്സിജൻ ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്യും. ദേ ക്യാൻ ഈസിലി ഡൊണേറ്റ് ഓക്സിജൻ ആറ്റത്തെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലിരിക്കുകയാണ്. ഇനി ഒരു റിയാക്ഷനിൽ ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്നത്, ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആർക്കാണോ അവർ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, elements in their highest oxidation state, elements in their highest oxidation number ആണെങ്കിൽ അവരൊരു മികച്ച ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിരിക്കും, ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിരിക്കും. അതായത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ആൾക്കാരാണല്ലേ, ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ആൾക്കാരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിട്ട് നിൽക്കുന്നത്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആളുകൾ. അപ്പോൾ ഇത്രയും നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പറയാം. അതായത് ഒരു റിയാക്ഷനിൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അവരാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. നോക്കിക്കേ, റിയാക്റ്റൻറ്റ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ഇറ്റ് സെൽഫ്. ഇനി ഒരു റിയാക്ഷനിൽ ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. ഓക്സിഡൈസ് അതേഴ്സ് ഇൻ ദാറ്റ് റിയാക്ഷൻ. അതുപോലെ ഡൊണേറ്റ് ചെയ്യുക, ഓക്സിജൻ ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ആർക്കാണോ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ അവർ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിരിക്കും, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ റെഡ്യൂസിങ് ഏജൻറ്റ്. അടുത്ത് നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് നോക്കാനുള്ളത്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു റിയാക്റ്റന്റ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ എന്ത് വരും? റിയാക്റ്റന്റ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ, വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ ഇറ്റ് സെൽഫ്, വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ ഇറ്റ് സെൽഫ്. അതിനെ എന്ത് പറയാം? റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻ്റ് എന്ന് പറയാം. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവരെയാണ് നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിക്കാം. ഇനി അവരെന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യുന്നവരാണ്. സോ റെഡ്യൂസ് അതേഴ്സ് ഇൻ ദ റിയാക്ഷൻ, റെഡ്യൂസ് അതേഴ്സ് ഇൻ ദ റിയാക്ഷൻ. അതുപോലെ ഓക്സിജൻ ആറ്റത്തെ ഡൊണേറ്റ് ചെയ്യുന്നു. ഇവിടെ അപ്പോൾ ആരെ ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്? ഹൈഡ്രജൻ ആറ്റത്തെ. അപ്പോൾ ഈസിലി ഡൊണേറ്റ് ഹൈഡ്രജൻ ആറ്റം. ഇനി ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ പൊസസ് ചെയ്യുന്നവരെ നമ്മൾ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഉള്ളത് ആർക്കാണോ അവരായിരിക്കും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. സോ നമുക്ക് എന്ത് പറയാം? എലമെന്റ്സ് ഇൻ ദെയർ ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആർക്കാണോ അവരായിരിക്കും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ഇവരാരായിരിക്കും? ഇലക്ട്രോ പോസിറ്റീവ്, മറ്റേതാ ഇവരെന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ് എന്താണെന്ന് കിട്ടിയോ? കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആ റിയാക്ഷനിൽ അവരെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അവരെന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ എല്ലാം ഓക്സിഡൈസ് ചെയ്യും. അവർ ഹൈഡ്രജൻ ആറ്റത്തെ ഡൊണേറ്റ് ചെയ്യുന്നു. ആർക്കാണോ ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഉള്ളത് അവരായിരിക്കും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഉള്ളത്. അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഫർദർ യൂസ് ഉണ്ടോ? ഉറപ്പായിട്ടും. ഐഡൻറ്റിഫൈ
ഐഡന്റിഫൈ ഓക്സിഡേഷൻ ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ ആർക്ക് സംഭവിച്ചു, റിഡക്ഷൻ ആർക്ക് സംഭവിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ പറയും എന്താണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, അല്ലെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് ഓക്സിഡേഷൻ എന്നുള്ളത്. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചത് അറിയാമെങ്കിൽ നമുക്ക് ആരാണ് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാൻ പറ്റും, ആരാണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഓക്സിഡേഷൻ നമ്പറിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത്. അടുത്ത ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. കാരണം സ്ട്രെങ്ത് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡേഷൻ നമ്പർ ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ബേസ് എങ്ങനെ ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ഇനി നമുക്കറിയാം ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ എൻ ഫാക്ടർ ആണ്. ഓക്കെ, ഇപ്പോൾ ഓക്സിഡേഷൻ ആണെങ്കിൽ എൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ് ആണ്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇനി റിഡക്ഷൻ ആണെങ്കിലോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പം നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വലന്റ് മാസിനെയും പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഓക്സിഡേഷൻ നമ്പറിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്സിൽ പറഞ്ഞ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. റിഡോക്സ് റിയാക്ഷൻസിലുള്ള ടൈപ്പ്. റിഡോക്സ് റിയാക്ഷനിൽ 4 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, കോമ്പിനേഷൻ റിയാക്ഷൻ. സെക്കൻഡ് വന്നിട്ട് ഈ കോമ്പിനേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തേർഡ് വന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഫോർത്ത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇങ്ങനെ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നതിലുപരി ഇതിൻ്റെ ഓരോ എക്സാമ്പിൾ കണ്ടാൽ ഇത് ഏത് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിഡോക്സ് റിയാക്ഷൻ ദാറ്റ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ്, എന്തിനെയൊക്കെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. A + B gives C എന്നൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ കോമ്പിനേഷൻ ടൈപ്പ് റിഡോക്സ് ആകണമെങ്കിൽ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ അല്ലെങ്കിൽ രണ്ടുമോ എലമെന്റൽ ഫോമിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എയ്തർ എ ഓർ ബി ഓർ ബോത്ത് മസ്റ്റ് ബി ഇൻ എലമെന്റൽ ഫോം. രണ്ടും എലമെന്റൽ ഫോമിലായിരിക്കണം. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സേ ഇപ്പോൾ എക്സാമ്പിൾ C+O2 gives കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എഴുതുന്നു. നോക്കിക്കേ, ഇവിടെ കാർബൺ അതിൻ്റെ എലമെന്റൽ ഫോമിലിരിക്കുകയാണ്, ഓക്സിജൻ എലമെന്റൽ ഫോമിലിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്താണ് എലമെന്റൽ ഫോമിലായിരിക്കണം. ഇതിപ്പം 0 ഇവിടെ എത്തുമ്പോഴത്തേന് എത്രയാവും, ഇത് -2 ആവും, ഓക്സിജൻ്റെ +4 വരും. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നൊക്കെ മനസ്സിലായി. നോക്കിക്കേ, ഇവിടെ 0യിൽ നിന്നും +4ലേക്ക് വന്നു, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇവിടെ 0യിൽ നിന്നും -2ലേക്ക് വന്നു, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ടീച്ചർ ഒന്ന് എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾസിന് വേണ്ടി. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ മനസ്സിലായോ? അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അവിടെ ഒരു ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ A + B gives C ആണെങ്കിൽ ഒന്നുകിൽ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ബോത്തും എലമെന്റൽ സ്റ്റേറ്റിലായിരിക്കണം. അതേ ഉള്ളൂ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻസ്. ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എന്ത്, എന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് ഓരോ റിയാക്റ്റൻറ്റുകളായിട്ട് മാറുന്നത്. ഓക്കെ, ഒരു മോളിക്യൂള് എന്താ ഡീകമ്പോസ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട്, ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് into 2 or more products with change in, അവിടെ ഒരു ഓക്സിഡേഷൻ നമ്പറിന് എന്തുണ്ടാവും, ചേഞ്ചും ഉണ്ടാവും. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമ്പിനേഷൻ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എയ്തർ എ അല്ലെങ്കിൽ ബി എന്ത് സ്റ്റേറ്റിലായിരിക്കണം, എലമെന്റൽ സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ളതാണ് ഇവിടെയും കണ്ടീഷൻ വരുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെയും കണ്ടീഷനായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 2H2O gives 2H2 + O2.
ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഒരു മോളിക്യൂള് ഡീകമ്പോസ് ചെയ്ത് 2 or more ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഒരു ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചും അവിടെ ഉണ്ടാകുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാം. 2NaH gives 2Na plus H2. അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമ്പിളിലുള്ള ആ ഒരു ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ +1 വരും, ഇവിടെ -2 ആകും, ഇത് 0 ആണ്. അതുപോലെ നോക്കിക്കേ, ഇത് മെറ്റൽ ഹൈഡ്രൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ്റെ +1 വരുമോ ഓക്സിഡേഷൻ നമ്പർ? +1 വരില്ല, ഇവിടെ -1 ആണ് വരുന്നത്. കാരണം എന്താണ്? ഇത് മെറ്റൽ ഹൈഡ്രൈഡ് ആയിട്ടിരിക്കല്ലേ. നമ്മൾ റൂൾസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മെറ്റൽ ഹൈഡ്രൈഡ് ആയിട്ട് വരുമ്പോഴത്തേനും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. സോ ഇവിടെ -1 വരും അല്ലേ. ഇവിടെ -1, ഇവിടെ +1 വരും. ഇത് 0 ആവും, ഇത് 0 ആവും. ഓക്കെ, അപ്പം ജസ്റ്റ് ആ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഓക്കെ, തേർഡ് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ളൊരു ആറ്റമോ അല്ലെങ്കിൽ അയോണിനെയോ വേറൊരു അയോൺ വന്ന് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് റിയാക്ഷൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, X+YZ gives XZ+Y. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ YZ അവരൊരു കോമ്പൗണ്ട് ആയിട്ട് ഇരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യുന്നു? X വന്ന് അവിടെ ഡിസ്പ്ലേസ് ചെയ്ത് കയറുന്നു, Y അവിടെ ഒരു കോമ്പൗണ്ട് ആയിട്ട് ചെറിയ എലമെൻ്റ് ആയിട്ട് മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഒരു കോമ്പൗണ്ടിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ വേറൊരു അനദർ എലമെൻറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്ന ടൈപ്പ് റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അത് 2 തരത്തിലുണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഉണ്ട്. ഇത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി, ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി. അവിടെ നിങ്ങൾ വിശദമായിട്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അവിടെ എന്താ പ്രത്യേകത? അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആരായിരിക്കും? മെറ്റൽ ആയിരിക്കും. നോൺ മെറ്റൽ ആണെങ്കിൽ ഒരു നോൺ മെറ്റൽ, ഇപ്പോൾ ഹൈഡ്രജനോ ഓക്സിജനോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ടൈപ്പ് റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. അത് ബാക്കിയുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ എന്താ കണ്ടത്? ഒരാൾക്ക് റെഡ്യൂസ് ആവുന്നു, ഒരാൾ ഓക്സിഡൈസ് ആകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് തന്നെ ഓക്സിഡൈസും ആകുന്നു, റിഡ്യൂസും ആകുന്നു ആ ഒരു സൈമിൾട്ടേനിയസ്ലി. അതിനെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. In which same element itself undergo oxidation and reduction simultaneously. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പറയാൻ പറ്റും. ഡീകമ്പോസിഷൻ ഓഫ് H2O2, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2H2O2 gives 2H2O plus O2. ബാലൻസ് അല്ലല്ലോ. ഓക്കെ, ഈ റിയാക്ഷൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള ഓക്സിജൻ്റെ, നമുക്കറിയാം ഓക്സിജൻ്റെ ജനറലി ഉള്ളത് -2 ആണ്. പക്ഷേ പെറോക്സൈഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഓക്സിജൻ പ്രോസസ് ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? -1 ആണ്. സോ ഈ ഹൈഡ്രജൻ്റെ +1 ആണ്, ഓക്സിജൻ വന്നിട്ട് -1 ആണ്. ഇനി 2H2O എന്ന് പറയുന്നു. 2H2O എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജൻ്റെ +1 ആണ്, ഇവിടെ -1 വരും. ഇനി ഓക്സിജൻ അതിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കുവാണെങ്കിൽ അതിൻ്റെ 0 ആയി പോകും. ഇവിടെ നോക്കിക്കേ, ഓക്സിജന് തന്നെയാണ് -1, -2, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലാവുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെന്റ് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമാകുന്നു. ഈ -1 നിന്നും 0യിലേക്ക് പോകുന്നു, അതായത് അവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആയി. ഇവിടെ നോക്കിക്കേ, -1 നിന്നും -2 ആയി, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയി. അപ്പോൾ ഒരു എലമെന്റിന് തന്നെ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്ന ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്?
ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ആ ഒരു പർട്ടിക്കുലർ എലമെന്റിന് എന്ത് വേണം, 3 വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ പൊസസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. മസ്റ്റ് ഹാവ് 3 വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണണം. മസ്റ്റ് ഹാവ് 3 വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ അതിന് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമല്ലേ അതിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പറ്റുള്ളൂ. ഈ -1 0 2 -2 എന്ന് ഉള്ളതുകൊണ്ടാണ് അതിന് ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷനകത്ത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ 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 അപ്പോൾ ഇതാണ് 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയായിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. നമ്മൾ NCERT പഠിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് അല്ലേ ഈ ബാലൻസിങ് എന്ന് പറഞ്ഞ്. നോർമലി ഒരു കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു റിഡോക്സ് റിയാക്ഷനെ നമ്മൾ ബാലൻസ് ചെയ്യുക? അതിന് 2 മെത്തേഡാണ് നമ്മൾ NCERT പറയുന്നത്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആൻഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡാണ് നമ്മുടെ NCERT റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഒരു ഒരു റിഡോക്സ് റിയാക്ഷനെ നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ സോൾവ് ചെയ്യും? അതിന് 2 രീതിയുണ്ട് അല്ലേ. നമ്മൾ ആസിഡിക് മീഡിയത്തിലും ചെയ്യണം, ബേസിക് മീഡിയത്തിലും ചെയ്യണം. അപ്പോൾ ആ റൂൾസ് ഇങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആ റൂൾസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് റൂൾസിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് റൂൾസ് അല്ലല്ലോ വേണ്ടത്, നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം അല്ലേ എന്നല്ലേ അറിയേണ്ടത്. സോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലെ ആസിഡിക് മീഡിയത്തിലുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഓക്സിഡേഷൻ നമ്പറിൽ ചെയ്യേണ്ടതാണ്, അതുപോലെ ആസിഡിക് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതാനാണ്. ഇത് അതിൻ്റെ സ്കെലറ്റൽ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ഓരോ കോമ്പൗണ്ട് Cr2O7 2- ആണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. Cr2O7 2-. അപ്പം നോക്കിക്കേ, നമുക്ക് CRൻ്റെ കണ്ടുപിടിക്കണം. അപ്പം എക്സ് ആണ്, പക്ഷേ ഇവിടെ 2 ക്രോമിയം ഉണ്ട്. സോ 2x എന്ന് നമ്മൾ എടുക്കുന്നു, പ്ലസ് 7 ഇൻറ്റു ഓക്സിജൻ്റെ എത്രയാണ് ചാർജ്? -2 ആണ്. സോ 7 ഇൻറ്റു -2, 7 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -14 ആണ്. 2x പ്ലസ് -14 ഈസ് ഈക്വൽ ടു, നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമോ? ഇല്ല, കാരണം ആ ഒരു കോമ്പൗണ്ടിന് ചാർജ് അവിടെയുണ്ട്. ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് ആർക്കായിരിക്കണം? ആ ചാർജിനായിരിക്കണം നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വൽ ടു ആ ചാർജ് -2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2x ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇതങ്ങപ്പുറത്ത് പോകുമ്പം 12 x ഈക്വൽ ടു +6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജ് കിട്ടി. എത്രയാണ് ചാർജ്? +6 ആണ് ചാർജ്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. അടുത്ത ആള് SO3 2-. അപ്പോൾ എസിൻ്റെ നമുക്കറിയത്തില്ല. പ്ലസ് -2 ഇൻറ്റു 3 ദറ്റ് ഈസ് -6 ഈക്വൽ ടു -2. അപ്പോൾ എത്ര വരും? x ഈക്വൽ ടു -2 + 6 എന്ന് വരും. ദറ്റ് ഈസ് +4 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എസിൻ്റെത് +4 ആണ്. ഇനി Cr3+ അല്ലേ. അപ്പോൾ റേസ് ടു എന്തെങ്കിലും അയോണിക് ചാർജ് ഉണ്ടെങ്കിൽ, അയോണിക് സ്റ്റേറ്റിൽ നിൽക്കുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ചാർജ് തന്നെയായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ +3 ആണ്. ഇനി SO4 2-. SO4 2- എന്ന് പറയുമ്പോൾ SO4 2-. അപ്പോൾ എസ് നമുക്കറിയത്തില്ല. 4 ഇൻറ്റു -2 ദറ്റ് ഈസ് -8 ഈസ് ഈക്വൽ ടു -2. x ഈക്വൽ ടു -2 + 8 എത്ര വരും? -2 + 8 + 6 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ചാർജ് ഓക്സിഡേഷൻ നമ്പർ +6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഓരോ കോമ്പൗണ്ടിലുള്ള ആ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്ന് നോക്കണം. നോക്കിക്കേ, ഇവിടെ +6ൽ നിന്നും +3 ആയിട്ട് കുറഞ്ഞു. അതായത് ഓക്സിഡേഷൻ നമ്പറിന് എന്ത് പറ്റി? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ 3 കുറഞ്ഞു. ഇവിടെയോ ഓക്സിഡേഷൻ നമ്പർ +4ൽ നിന്നും എത്രയായി? +4ൽ നിന്നും +6 ആയി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ബൈ 2. ഓക്സിഡേഷൻ നമ്പർ 2 കൂടി. ഓക്കെ, അപ്പോൾ 2 കൂടി, ഇവിടെ 3 കുറഞ്ഞു. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ഈ ഒരു ഇൻക്രീസ് ഒരേപോലെ ആക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് 2 ഒരു സ്ഥലത്ത് 3 ആണ്. നമ്മളത് ഒരേപോലെ ആക്കാൻ വേണ്ടി ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് അടുത്ത റൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ ഒരു 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ നമ്മൾ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആയി. പ്രൊഡക്റ്റ് സൈഡിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത്. നമ്മുടെ റിയാക്ഷൻ എങ്ങനെ വരും? Cr2O7 2-
പ്ലസ് SO3 2 മൈനസ് ഗീവ്സ് ഈ CR നെ നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് 2 കൊണ്ടല്ലേ 2CR3 പ്ലസ് പ്ലസ് ഇവിടെ എത്ര വരും 3SO4 2 മൈനസ് എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ക്രോമിയം 2 ഉണ്ട്, അവിടെയും ക്രോമിയം 2 ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ സൾഫർ ഒന്നേ ഉള്ളൂ, ഇവിടെ എത്ര എണ്ണം ഉണ്ട് 3 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളൊരു 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇത്രയും വരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചാർജുകൾ അതായത് LHSലെയും RHSലെയും ചാർജ് ഈക്വൽ ആണോ എന്ന് നോക്കണം. നോക്കിക്കേ, നമ്മൾ LHSലെ ചാർജുകൾ LHSലെ ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, ഇവിടെ 3 × -2 -2 പ്ലസ് 3 × -2 -2 പ്ലസ് -6 എത്ര വരും, LHSൽ -8 വരും. ഇനി RHSലെ ചാർജ് ഒന്ന് നോക്കിക്കേ. RHSലെ ചാർജ് വരുമ്പോഴത്തേക്കും ഇവിടെ +6 ഇവിടെ -6 0 ആയിപ്പോയി അല്ലേ, 0. ഇനി നമ്മൾ അസിഡിക് മീഡിയത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കണം, H+നെയാണ് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എവിടെ H+നെ ആഡ് ചെയ്ത് കൊടുത്താലാണ് ഈക്വൽ ആവുന്നത്, LHSൽ ആഡ് ചെയ്യുമ്പോഴാണോ RHSൽ ആഡ് ചെയ്യുമ്പോഴാണോ, LHSൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈക്വൽ ആവുന്നത് അല്ലേ. അപ്പോൾ LHSൽ നമുക്ക് 8H+നെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് Cr2O7 2 മൈനസ് പ്ലസ് 3SO3 2 minus plus 8H plus gives 2Cr3 plus plus 3SO4 2 minus എന്ന് വരും. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ബാലൻസ് ചെയ്തു, ചാർജുകൾ ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ നോക്കണം. നോക്കിക്കേ, ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ H2O മോളിക്യൂളിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 8 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എത്ര H2O ആഡ് ചെയ്തെടുക്കണം, 4 H2O മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വീണ്ടും മാറും. Cr2O7 2 മൈനസ് പ്ലസ് 3SO3 2 മൈനസ് പ്ലസ് 8H പ്ലസ് ഗീവ്സ് 2Cr3 പ്ലസ് പ്ലസ് 3SO4 2 മൈനസ് പ്ലസ് 4H2O എന്ന് വരും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജനും ബാലൻസ് ചെയ്തു. ഇനി ഓക്സിജൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കിക്കേ. ഇവിടെ 7 ഇവിടെ 9 ഓക്സിജൻ, ഇവിടെ 9 7 16 ഓക്സിജനായി, ഇവിടെ 12 4 16 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പം നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത് അസിഡിക് മീഡിയത്തിൽ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ സ്റ്റെപ്പുകൾ എത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതുക. സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ ആ ചേഞ്ച് കണ്ടുപിടിച്ചിട്ട് ആ ചേഞ്ച് ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലെയും ചാർജുകൾ ഇക്വേറ്റ് ചെയ്യും. ചാർജ് ഇക്വേറ്റ് ചെയ്യാൻ അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ H+നെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹൈഡ്രജൻ ഈക്വൽ ആണെന്ന് നോക്കി. ഹൈഡ്രജൻ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് കൊടുക്കും. ശേഷം നമ്മൾ ഓക്സിജൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കും. അപ്പോൾ ഇത്രയാണ് ആസിഡിക് മീഡിയത്തിലെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ നമുക്ക് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബേസിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, H+ അയോണുകൾക്ക് പകരം നമ്മൾ OH- അയോണുകളാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബേസിക് മീഡിയത്തിലും കൂടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ബേസിക് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ബേസിക് മീഡിയത്തിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് പ്രോസസ്സൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഓരോ കോമ്പൗണ്ടിൻ്റെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. കാരണം ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ MnO4 മൈനസ് നമ്മൾ MnO4 മൈനസ് Mnൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. X പ്ലസ് -2 × 4 ദറ്റ് ഇസ് -8 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ X ഈക്വൽ ടു ഇത്ര ഒരു -1 + 8 ദറ്റ് ഈസ് +7 എന്ന് വരും. അപ്പോൾ ഇവിടെ +7 ആണ്. ഇനി Br മൈനസ് അല്ലേ, അപ്പോൾ അയോണിക് സ്റ്റേറ്റിൽ ഇരിക്കുമ്പം അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, അതിൻ്റെ ചാർജ് ഏതാണോ അത് തന്നെയായിരിക്കും. അപ്പം -1 ആണ് ചാർജ്. അടുത്ത MnO2 എന്ന് പറയുമ്പോൾ കണ്ടുപിടിച്ച് നോക്കിക്കേ. Xa + 2 × ദറ്റ് ഈസ് -4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എത്ര വരും, +4 എന്ന് വരും. അടുത്ത BrO3 മൈനസ്, അപ്പോൾ X പ്ലസ് -6 ഈക്വൽ ടു -1 ദറ്റ് ഈസ് X ഈക്വൽ ടു -1 + 6 ദറ്റ് ഈസ് +5 എന്ന് വരും. സോ ഇത് +5 ആണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് നിങ്ങൾ പറഞ്ഞേ. ആർക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു, ആർക്ക് റിഡക്ഷൻ സംഭവിച്ചു. ഇവിടെ നോക്കിക്കേ, +7 നിന്നും +4 പോയി. അപ്പോൾ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ 3. ഇവിടെ നോക്കിക്കേ, -1 നിന്നും +5 ആയി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടി, 6 കൂടി. ദറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ 6.
ഇനി നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ? ഇത് നമ്മൾ ഒരേപോലെ ആക്കണം അല്ലേ? ഈ ഇൻക്രീസ് നമ്മൾ ഒരേപോലെ ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുള്ള ഇക്വേഷൻ എങ്ങനെ ആവും? MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് എത്ര വരും? 2MnO2 പ്ലസ് BrO3 മൈനസ് എന്ന് വരും അല്ലേ? ഓക്കെ, ഇത്രയും വരെ ഓക്കെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ആരെങ്കിലും ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആക്കി കൊടുക്കണം. ഇവിടെ നോക്കി Mn ഒന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ 2 എണ്ണം ഇല്ലേ? അപ്പം നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തു. Br ഒക്കെ ഓക്കെയാണ്, ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? LHSലെയും RHSലെയും ചാർജുകൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ LHSലെ ചാർജ് നോക്കിക്കേ. LHSലെ ചാർജ് നമ്മൾ നോക്കുമ്പം ഇവിടെ -2, ഇവിടെ -1. അപ്പോൾ ദാറ്റ് ഈസ് -2 പ്ലസ് -1 എത്ര വരും? -3 വരും. ഇവിടെ നോക്കിക്കേ ചാർജ് എത്രയാണ്? RHSൽ ഇവിടെ മാത്രമേ ഉള്ളൂ. RHSലെ ചാർജ് -1 ആണ്. ഇവിടെ നമ്മൾ ചാർജിനെ ബാലൻസ് ചെയ്യാം. ബേസിക് മീഡിയത്തിലാണ്. അപ്പം നമ്മൾ ആരെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? OH മൈനസിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ LHSലാണോ RHSലാണോ നമ്മൾ OH മൈനസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ -2 ആഡ് ചെയ്താൽ എന്താവും? -3 ആവും. അപ്പോൾ നമ്മൾ RHSലാണ് OH മൈനസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തിരുത്തി എങ്ങനെ വരും? ദാറ്റ് ഈസ് 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH മൈനസ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ചാർജുകളെല്ലാം ബാലൻസ്ഡ് ആക്കി. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ വന്നു. ഇവിടെ 2 ഹൈഡ്രജൻ വന്നെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആരെയാണ് കൊടുക്കേണ്ടത്? H2O മോളിക്യൂളിനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ H2O നമ്മൾ എവിടെ കൊടുക്കണം? LHSൽ കൊടുക്കണം. ഇനി എത്ര H2O മോളിക്യൂളിനെ നമ്മൾ ആഡ് ചെയ്യണം? ഒരു H2O മോളിക്യൂളിനെ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ദാറ്റ് ഈസ് 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് H2O ഗീവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH മൈനസ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ബേസിക് മീഡിയത്തിൽ ചെയ്യാൻ മനസ്സിലായോ? അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് റൂളുകൾ കൃത്യമായിട്ട് മനസ്സിലായേ? ആകെ ചേഞ്ച് വരുന്നത് അസിഡിക് ആണെങ്കിൽ നമ്മൾ H+ അയോണുകളെ ആഡ് ചെയ്ത് കൊടുക്കണം ചാർജ് ബാലൻസ് ചെയ്യാൻ. ബേസിക് ആണെങ്കിൽ നമ്മൾ OH മൈനസ് അയോണുകളെ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ആ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ അസിഡിക് മീഡിയത്തിൽ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ അസിഡിക് മീഡിയത്തിലെ ചോദ്യമാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അസിഡിക് മീഡിയം. സോ നമുക്ക് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എന്താ ചെയ്തത്? ഓരോ കോമ്പൗണ്ടിലെയും പർട്ടിക്കുലർ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് നമ്മൾ നോക്കി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. ആ റിയാക്ഷനിൽ ഇപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ട്, റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഈ റിഡോക്സ് റിയാക്ഷനിൽ ആർക്കാണ് ഓക്സിഡേഷൻ ഹാഫ് ആർക്കാണ് റിഡക്ഷൻ ഹാഫ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാറും? ആദ്യം നമ്മൾ ആദ്യം നമുക്ക് ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പം നമ്മൾ ഇത് ഓൾറെഡി നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വന്നത് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു. ഇത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമുക്ക് അയോണിക് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം +3 ആണ്. ഇവിടെ +6 വന്നു. സോ ആർക്കാണ് ഓക്സിഡേഷൻ? ഇവിടുത്തെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ത് വരും? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഇവിടുത്തെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഏതാണ്? ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ SO3 ആണ് അല്ലേ? അപ്പം SO3 2- ഗീവ്സ് SO4 2-. ഇനി ആരാണ് ഇവിടുത്തെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ? റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആരാണ്? Cr2O7 2- ഗീവ്സ് Cr3+. ഇതാണ് ഇവിടുത്തെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ നോക്കണം, നമ്മൾ അതേ ചെയ്ത പോലെ തന്നെ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ നോക്കി, ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണ്. റിഡക്ഷൻ ഹാഫിൽ നോക്കിയപ്പം Cr 2 ഉണ്ട്, ഇവിടെ Cr 1 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ 2 Cr ഇട്ട് കൊടുത്തു.
അതുവരെ ഒരു പ്രശ്നമില്ല, ഓക്കെയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ്ഡ് ആണെന്ന് നോക്കണം. അപ്പം നമ്മൾ ആദ്യം ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കി. ഇവിടെ SO3 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കണം, വാട്ടർ മോളിക്യൂളിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് റിയാക്ടന്റ് സൈഡിൽ LHSലാണോ ആഡ് ചെയ്യേണ്ടത് അതോ RHSലാണോ ആഡ് ചെയ്യേണ്ടത്? നമുക്കറിയാം LHSലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് എഴുതും, H2O plus SO3 2- gives SO4 2-. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓക്സിജൻ രണ്ട് സൈഡിലും ഈ ഒരു ഇക്വേഷനിൽ ബാലൻസ്ഡ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഇല്ല. അപ്പോൾ ഓക്സിജനെ ബാലൻസ്ഡ് ആക്കാൻ നമ്മൾ ആരെ ആഡ് ചെയ്യണം, വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യണം. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് എത്ര വാട്ടർ മോളിക്യൂളിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, 7 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഇക്വേഷൻ വീണ്ടും മാറുന്നു. Cr2O7 2- gives 2Cr3 plus 7H2O എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ്ഡ് ആക്കി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ചാർജുകളെ ബാലൻസ്ഡ് ആക്കണം. അപ്പോൾ ഓരോ റിയാക്ഷനും എടുത്തിട്ട് LHSലെയും RHSലെയും ചാർജുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. ഓക്കെ ബട്ട് ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ബാലൻസ്ഡ് ആക്കിയിട്ട് അല്ലേ. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ നമ്മളിവിടെ 2H+ ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, ഇവിടെ 7 14 ഹൈഡ്രജൻ ഉണ്ട്. സോ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, 14H+നെയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചാർജ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ, ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ LHSലെ ചാർജ് എത്രയാണെന്ന് നോക്കിക്കേ. LHSലെ ചാർജ് വന്നിട്ട് ഇത് -2 ആണ്, ഇവിടെ -2. ഓക്കെ, LHSൽ -2, RHSൽ -2 + 2 എത്ര വരും, 0 വരും ചാർജ്. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നോക്കിക്കേ, സെക്കൻഡ് ഇക്വേഷനിൽ LHSലെ ചാർജ്, LHSൽ 12 വരും അല്ലേ, 12 വരും. RHSലോ, RHSൽ 6 വരും അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇലക്ട്രോണുകളെയാണ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ചാർജ് ബാലൻസിനായിട്ട് ആഡ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് അടുത്ത പേജിലോട്ടൊന്ന് എഴുതാം. H2O plus SO3 2- SO3 2- gives SO4 2- plus 2H+. ഇതല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോറി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ 2H+. ഇനി ഇതിൽ എവിടെയാണ് നമ്മൾ ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ RHSന്റെ സൈഡിൽ 2 ഇലക്ട്രോൺസ്, അതായത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 2 ഇലക്ട്രോൺസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ 14H+ plus Cr2O7 2- gives 2Cr3 plus 7H2O. ഇതിൽ നമ്മൾ എവിടെയാണ് ഇലക്ട്രോണുകളെ കൊടുക്കേണ്ടത്, നമ്മൾ ചാർജൊക്കെ കണ്ടുപിടിച്ചു. എവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, നമുക്കറിയാം ഇവിടെ LHSൽ 12 ഇലക്ട്രോൺസും RHSൽ 6 ഇലക്ട്രോണുകളുമാണ്. അപ്പം നമ്മൾ LHSലെ 6 ഇലക്ട്രോണുകളെ ആഡ് ചെയ്താലല്ലേ രണ്ടിലെയും ചാർജ് ഒരേപോലെ ആവും. അവിടെ 12 - 6 ആവത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, LHSലെ 6 ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആക്കണം. ഒരു സൈഡിൽ ഒരു റിയാക്ഷനിൽ 6ഉം മറ്റേ റിയാക്ഷനിൽ 2 ഇലക്ട്രോണുകൾ വീതമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു, ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ആ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ മാറും. എങ്ങനെ മാറും, 3H2O plus 3SO3 2- gives 3SO4 2- plus 6H+ plus 6 ഇലക്ട്രോൺസ് എന്നാവും. ഇനി അടുത്ത ഇക്വേഷനോട് എതിരിക്കെ 6 ഇലക്ട്രോൺസ് പ്ലസ് 14H+ plus Cr2O7 2- gives 2Cr3 plus 7H2O. ഇനി എന്ത് ചെയ്യണം, ഈ 2 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരേപോലെ ഉള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ 6 ഇലക്ട്രോൺസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3H2Oയും 7H2Oയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് വേറെ 14H+ഉം 6H+ഉം അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇനി അങ്ങ് എഴുതി വെച്ചാൽ അതൊക്കെ ഉണ്ട്. ബാക്കി 3SO3 2- plus
8H plus Cr2O7 2 minus gives 3SO4 2 minus plus 2Cr3 plus 4H2O എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻ റിഡോക്സ് റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ ചാപ്റ്ററിലും പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചു, ഒരു കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി അത് എന്താണ് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. നിങ്ങൾ ആൾറെഡി ഓക്സിഡേഷൻ നമ്പറിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ട് ഇക്വലന്റ് മാസിൻ്റെ ആണ് അല്ലേ? ഇക്വലന്റ് മാസിൻ്റെ. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ട് ഇക്വലന്റ് മാസിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ എൻ ഫാക്ടർ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ ആണെങ്കിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ആയി അല്ലേ? ഒന്നെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ്, ഓർ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് അവിടുത്തെ ഓക്സിഡേഷൻ. ഇനി റിഡക്ഷൻ ആണെങ്കിലോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഓർ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ? ഓക്സിഡേഷൻ നമ്പറിന് ഒരു ഡിക്രീസ് ഉണ്ടായാലും നമുക്ക് എന്ത് പറയാം? റിഡക്ഷൻ എന്ന് പറയാം അല്ലേ? ഇനി നോക്കിക്കേ, എന്താണ് ഈ ഒരു ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷനിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മളൊരു ഇപ്പോൾ KMnO4 കണ്ടീഷൻ എടുക്കുകയാണ്. ആസിഡിക് റിയാക്ഷൻ അത് Mn+2 ആയിട്ട് മാറും. അപ്പോൾ അവിടുത്തെ ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത് മോളാർ മാസ് ബൈ എൻ ഫാക്ടർ. ഇനി എന്താണ് ഈ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. വേറൊരു ഇതിൽ നമുക്ക് എങ്ങനെ പറയാം? ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിന് എത്ര ചേഞ്ച് വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ Mn+7 നിന്നും 2 ആകുന്നു. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എത്രയാണ്? 5 അല്ലേ? അപ്പോൾ നമുക്ക് അവിടുത്തെ ഇക്വലന്റ് മാസിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വലന്റ് മാസ് ഈസ് ഈക്വൽ ടു MKMnO4 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. എത്രയാണ്? 5 ആണ്. കാരണം 5 കുറഞ്ഞു, അപ്പോൾ 5 എന്ന് നമുക്ക് കൊടുക്കാം. അടുത്ത വീക്ക് ആൽക്കലൈൻ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ MnO2 ദാറ്റ് ഈസ് +7 നിന്നും +4 സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓർ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ +7 നിന്നും +4ലേക്ക് വന്നു. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 3 ആണല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഇക്വലന്റ് KMnO4 ഈസ് ഈക്വൽ ടു MKMnO4 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അടുത്ത ബേസിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ MnO4 എന്താണ് -2, അതായത് +6 ആകുന്നു ഓക്സിഡേഷൻ നമ്പർ. +7 നിന്നും +6 ആകുന്നു. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ 1 ആണ്. സോ MKMnO4 ബൈ 1 എന്ന് എഴുതാം അവിടുത്തെ ഇക്വലന്റ് മാസിനെ. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ട് ഇക്വലന്റ് മാസിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഇക്വലൻസ് എങ്ങനെ നമുക്ക് പറയാം? n മോൾ ഇൻറ്റു n ഫാക്ടർ. അതായത് നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കും. അടുത്ത ലോ ഓഫ് ഇക്വലൻസ് പ്രകാരം എന്താ പറയുന്നത്? നോർമാലിറ്റി അവോയ്ഡ് ചെയ്യാനുള്ള റിലേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? N1V1 ഈസ് ഈക്വൽ ടു N2V2 എന്നൊക്കെ. അതേപോലെ ഒരു റിയാക്ഷൻ നമ്മൾ പറയുകയാണ് NaVa ഈസ് ഈക്വൽ ടു NbVb ഈസ് ഈക്വൽ ടു NcVc. ഇനി ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ A2B3 ടൈപ്പ് ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ N ഇക്വലൻസ് ഓഫ് A ഈസ് ഈക്വൽ ടു N ഇക്വലൻസ് ഓഫ് B എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ് 2A + 3B gives 4C എന്നുള്ളൊരു റിയാക്ഷൻ. ആ റിയാക്ഷൻസിൽ N ഇക്വലൻസ് ഓഫ് A ഈസ് ഈക്വൽ ടു N ഇക്വലൻസ് ഓഫ് B ഈസ് ഈക്വൽ ടു N ഇക്വലൻസ് ഓഫ് C എന്ന് നമുക്ക് എഴുതാം. അതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ആപ്ലിക്കേഷൻ ടൈട്രേഷൻ. നമ്മൾ ടൈട്രേഷൻ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലേ? ടൈട്രേഷൻ 3 തരത്തിലുള്ള ടൈട്രേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ്? പെർമാംഗനോമെട്രി പഠിക്കാനുണ്ട്, ഡൈക്രോമെട്രി പഠിക്കാനുണ്ട്, അയോഡോമെട്രി പഠിക്കാനുണ്ട്. അപ്പോൾ പെർമാംഗനോമെട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ MnO4- ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. എന്നാൽ ഡൈക്രോമെട്രിയിലും അയോഡോമെട്രിയിലും ഒക്കെ വരുമ്പോഴത്തേന് അവിടെ സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് വരത്തില്ല. അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. എങ്കിലേ നമുക്ക് ആ കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടൈട്രേഷൻ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഈ പഠിച്ച ഇക്വലൻസ് കോൺസെപ്റ്റിനെയാണ് ഫോളോ ചെയ്യുന്നത്. ആസിഡ് പ്ലസ് ബേസ് ഇക്വലന്റ് പോയിന്റ് എങ്ങനെയാണ്? ഇക്വലൻസ് പോയിന്റ് ഓഫ് ആസിഡ് ഈസ് ഈക്വൽ ടു N ഇക്വലൻസ് ഓഫ് ബേസ് ആണ്. അതായത് NaVa ഈസ് ഈക്വൽ ടു NbVb. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? N1V1 ഈസ് ഈക്വൽ ടു N2V2. അത് ഉപയോഗിച്ചാണ് നമ്മൾ നോർമാലിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത്. ടൈട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ ഓൾറെഡി ലാബിലൊക്കെ ചെയ്തവരാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിഡോക്സ് റിയാക്ഷന്റെ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് വരുന്നത്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് ചോദിച്ചാൽ ഓക്കെ, അപ്പോൾ 4 ആപ്ലിക്കേഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസിൽ വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാകുമ്പോൾ ഈ ചാപ്റ്റർ കഴിയാണ്. നമ്മൾ ഒരു വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ചാപ്റ്ററിൽ?
എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്, എന്താണ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ കണ്ടു, എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അല്ലെ, ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു. ആ ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു, പിന്നെ ഓക്സിഡന്റ് എന്താണ്, അതായത് ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്, റെഡ്യൂസിങ് ഏജന്റ് എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ഒരു 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ ഒരു റിഡോക്സ് റിയാക്ഷൻ കിട്ടിയാൽ അതിനെ ബാലൻസ് ചെയ്യുക എന്ന് കണ്ടല്ലേ. അത് 2 മെത്തേഡിലുണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട് അല്ലെ. 2 മെത്തേഡിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണെങ്കിൽ അവിടെയും ഉണ്ട് ആസിഡ് മീഡിയവും ബേസിക് മീഡിയം. അപ്പോൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി H+ അയോണുകൾ യൂസ് ചെയ്യുമ്പോൾ ബേസിക് മീഡിയത്തിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, OH- നമ്മൾ യൂസ് ചെയ്യും അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഇതേപോലെ ആസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഉണ്ട്. അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇലക്ട്രോണുകളെ ആണെന്നും കണ്ടു. അങ്ങനെ ബാലൻസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് വന്നത്, ലാസ്റ്റ് റിഡോക്സ് റിയാക്ഷൻസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. 4 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു. അതിൽ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടുപിടിക്കുന്നത്, പിന്നെ ലോ ഓഫ് ഇക്വലൻസ്, ലാസ്റ്റ് ടൈട്രേഷൻ. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോയിന്റ്സും ഒരു ഇൻഡെപ്ത് ആയിട്ട് എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഓടിച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ, ഇതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും ഒരേപോലെ വരെയാണ്. കാരണം റിഡോക്സിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മുടെ ടെക്സ്റ്റിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അത് തൊട്ടിട്ടാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി തുടങ്ങുമ്പോൾ അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞുതരും കേട്ടോ, സെല്ലുകളെ പറ്റിയിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനുമായിട്ട് നമുക്ക് 1 ഷോട്ടിൽ കാണാം. ഓക്കെ, താങ്ക്